ശ്രീരാമചന്ദ്ര ഭഗവാനിക്ക് ശ്രീരാമസ്വാമിയുടെ പാദസ്പർശം കൊണ്ട് പവിത്രമായ പരിപാവനമായ പുണ്യഭൂമിയാണ് ചിത്രകൂടം. ഇന്ന് നമ്മൾ ശ്രീരാമസ്വാമി പാദസ്പർശമണിഞ്ഞ കാദംബവനി ആ മലകളുടെ താഴെയുള്ള ക്ഷേത്രം കണ്ടു. ആ കദംബഗിരി അവിടെ 7 കിലോമീറ്റർ പ്രദക്ഷിണം വെക്കണം എന്നാണ് പൊതുവെ ആളുകളുടെ ഒരു സങ്കല്പം. നമ്മളവിടെ താഴെങ്കിലും പോയി അവിടെ കാണാൻ സാധിച്ചു. അവിടെ ആ സ്ഥലത്തിരുന്നു കൊണ്ടാണ് അത്രേ ശ്രീരാമസ്വാമി ലക്ഷ്മണനെ വരവേറ്റു നിന്നൊരു സങ്കല്പമുണ്ട്. ഈ ലക്ഷ്മണന്റെ വരവും ഭരതന്റെ വരവൊക്കെ ആ മലകളുടെ മുകളിൽ നിന്നുകൊണ്ടാണ് ലക്ഷ്മണൻ വീക്ഷിച്ചതും. അവിടെ വെച്ചിട്ടാണ് ശ്രീരാമസ്വാമി ഭരതനിൽ നിന്ന് അച്ഛൻ്റെ മരണവാർത്ത അറിയുന്നതൊക്കെയില്ല. ശ്രീരാമസ്വാമിയെ സംബന്ധിച്ച് ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രാധാന്യം അതാണ്. ഒരുപക്ഷെ ഭരതന് ഉപദേശം നൽകുന്നതും അവിടെയായിരിക്കാം. രാമായണത്തിലെ ഒരു പ്രസിദ്ധമായ ഭാഗമാണ് ഭരതോപദേശം പാതുകം നൽകുന്നു. പിന്നൊരു സ്ഥലം നമ്മൾ കണ്ടത്, ഏറ്റവും വിശേഷപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്ഥലം, ഭഗവാൻ ശ്രീരാമസ്വാമി ജീവിച്ചു, അദ്ദേഹം ചിത്രകൂടത്തിൽ വന്ന് താമസിച്ചു എന്ന് പറയുന്ന ഗുഹയാണ്. അതും നമുക്കെല്ലാവർക്കും അതിശയം വരും. അതിൻ്റെ മുകളിലൊക്കെ എത്ര കൃത്യമായി കട്ട് ചെയ്തെടുത്ത പോലെയാണ് അത്, അല്ലേ? ഇത്രയും സ്ഥല സൗകര്യം അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളത്. ആരോ പറയായിരുന്നു, വാടക കൊടുക്കാതെ ഇത്രയും കാലം താമസിക്കാൻ പറ്റിയില്ലേ. അതും അവിടെ നമ്മൾ സാധാരണ മന്ദാകിനി നദിയെക്കുറിച്ച് പറയുക. മന്ദാകിനി ഹിമാലയത്തിലാണെന്നാണ്. ഏത് നദിയായിരുന്നു? ഗോദാവരി. ഏത് നദിയാണ്? ഗോദാവരി. മന്ദാകിനി അല്ല, ഗോദാവരി. അപ്പൊ നമ്മൾ കേട്ടിട്ടുള്ളത്, നിങ്ങൾ കാണാൻ പോകുന്നുണ്ട് ഗോദാവരി നദി നാസിക്കിലാണെന്നാണ്, അവിടെയാണ്. എന്നാൽ ഇവിടെ ഗോദാവരി നദി ശ്രീരാമസ്വാമിക്ക് ഗുപ്തരൂപത്തിൽ പ്രകടമായി, ഭൂമിക്കടിയിൽ നിന്ന് പ്രകടമായി, ഗംഗയുടെ രൂപത്തിൽ പ്രകടമായി. അങ്ങനെ ആ ശ്രീരാമസ്വാമിക്ക് വേണ്ടുന്ന സൗകര്യം ചെയ്തു കൊടുത്തു എന്നൊരു കഥയാണ്. അവിടെ നമ്മൾ കണ്ട ചെറിയ ആ വെള്ളത്തിൻ്റെ ഒഴുക്ക്. സാധാരണ നദികളൊക്കെ ഉത്ഭവിക്കുന്നത് മുകളിൽ നിന്നാണ്, ഇവിടെ ഉത്ഭവിക്കുന്നത് ഭൂമിക്ക് അടിയിൽ നിന്നാണ്. ആ സ്ഥലം കണ്ടു. പിന്നെ ഹനുമാൻ സ്വാമി പ്രകടമായ ആ ക്ഷേത്രവും കണ്ടു. ഇങ്ങനെ ചിത്രകൂടം എന്ന് പറയുന്ന ശ്രീരാമസ്വാമിയുടെ ജീവിതത്തിൽ അദ്ദേഹം ആ വനവാസക്കാലത്ത് ആദ്യം വന്നു ചേർന്ന ഈ പവിത്ര ഭൂമിയിൽ നമുക്കും കുറച്ചു നേരം ചെലവഴിക്കാൻ സാധിച്ച ഒരു സുഹൃതത്തിന് മുമ്പിൽ നമുക്കെല്ലാവർക്കും നമിക്കാം. പിന്നെ ഇവിടെ രാമായണം എത്ര പേര് വായിച്ചു? എത്ര പേർക്ക് രാമായണം വായിക്കാൻ പറ്റി? എല്ലാവർക്കും രാമായണം ആ ഒരു 4 വരിയെങ്കിലും, പുസ്തകം ഉണ്ടോ കയ്യിൽ? ആരുടെങ്കിലും കയ്യിൽ ഒരു 4 വരിയെങ്കിലും അധ്യാത്മരാമായണത്തിലെ തുടക്കമെങ്കിലും നമുക്കിവിടെ നിന്ന് എല്ലാവരും ഒന്ന് ആവർത്തിച്ച് ശ്രീരാമസ്വാമിയുടെ ആ ഒരു അനുഗ്രഹം, ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം അത് ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. രാമായണത്തിലെ 4 വരി എത്ര വേണ്ടോ എല്ലാവരും ആവർത്തിച്ചാൽ മതി. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ, ശ്രീരാമ രാമ രാമ, ശ്രീരാമഭദ്ര ജയ, ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ, ശ്രീരാമ രാമ രാമ, സീതാഭിരാമ രാമ, സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ, ശ്രീരാമ രാമ
രാവണാന്തക രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാഘവാത്മ രാമ ശ്രീരാമ രമാപദേ രാമ രമാപദേ ശ്രീരാമരമണീയ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ നാരായണായ നമോ ശ്രീരാമനാമം പാടി വന്ന ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെന്നേ പൈകിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ശ്രീരാമചരിതം നീ ചൊല്ലിയിടൂ മടിയാതെ വീണു നീ മടിയാതെ ശാരിക പൈതതാനും ചാരിക പൈതദാനം വന്ദിച്ചു വന്ദ്യന്മാരെ വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന തുടങ്ങിന. അങ്ങനെ രാമായണത്തിലെ 4 വരിയെങ്കിലും ഇവിടെ നിങ്ങോട്ട് പാരായണം ചെയ്യാൻ സാധിച്ച നമ്മൾ വളരെ സുകൃതികളാണ്. നമുക്ക് രാമായണത്തിൽ തന്നെ ഒരു കൃതിയാണ്, രാമായണവുമായി ബന്ധപ്പെട്ട ഒരു കൃതിയാണ് നാമരാമായണം എന്ന് പറയുന്നൊരു കൃതി. എല്ലാവരും ഒന്ന് ആ ഒരു രാമായണത്തിൻ്റെ ചിത്രകൂടം വരെയുള്ള ഭാഗം നമുക്കൊന്ന് വായിക്കലാണ്. എല്ലാവരും ഏറ്റില്ല. ശുദ്ധ ബ്രഹ്മ പരാത്പര രാമാം കാലാത്മക പരമേശ്വര രാമാം ശേഷതൽപസുഖ നിദ്രിത രാമാം ബ്രഹ്മാദ്യമര പ്രാർത്ഥിത രാമാം രാമ രാമ ഹര സീതാരാമാം രാമ രാമ ജയ സീതാരാമാം രാമ രാമ ജയ സീതാരാമാം രാമ രാമ ജയ സീതാരാമാം ഛണ്ഡ കിരണ തുല മണ്ഡന രാമാം ശ്രീമദ് ദശരഥ നന്ദന രാമാം കൗസല്യാസുഖവർദ്ധന രാമാം വിശ്വാമിത്ര പ്രിയധന രാമാം രാമ രാമ ജയ സീതാരാമാം രാമ രാമ ജയ സീതാരാമാം രാമ രാമ ജയ സീതാരാമാം
ജയ സീതാരാമ രാമ രാമ ജയ സീതാരാമ ഘോരതാടകാഘാതക രാമ മാരീചാതി നിപാതക രാമ കൗശിക മഖ സംരക്ഷിത രാമ ശ്രീമദഹല്യോദ്ധാരക രാമ 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 ജയ സീതാരാമ രാമ രാമ ജയ സീതാരാമ രാമ ജയ സീതാരാമ രാമ രാമ ജയ സീതാരാമ രാമ ജയ സീതാരാമ രാമ രാമ ജയ സീതാരാമ രാമ രാമ ജയ സീതാരാമ ഗൗതമ മാമുനി സംസ്തുത രാമ മുനി സംസുത രാമ സുരമുനി വരഘന സംസ്തുത രാമ മുനി വരഗണ സംസുത രാമ നാവിക ദാവിത മൃദുപദ രാമ മിഥിലാപുര ജനമോദിത രാമ 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 ജയ സീതാരാമ രാമ ജയ സീതാരാമ 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 മൈഥില മാനസരഞ്ജക രാമ ബാലസരഞ്ജക രാമ ത്രംബക കാർമുക ഭഞ്ജന രാമ ഭഞ്ജന രാമ സീതാർപ്പിത വരമാലിക രാമ കൃത വൈവാഹിക കൗതുക രാമ 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 ജയ സീതാരാമ രാമ ജയ സീതാരാമ 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 ഭാർഗവതത്വ വിനാശക രാമ ഭഗവദർപ്പ വിനാശക രാമ ശ്രീമദയോധ്യാ പാലക രാമ ശ്രീമദയോധ്യ പാലക രാമ അഗണിത ഗുണഗണഭൂഷിത രാമ ഗണിത ഗുണഗണഭൂഷിത രാമ അവനീ കാമിനി കാമിത രാമ അവനീ കാമിത കാമക രാമ 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 ജയ സീതാരാമ രാമ ജയ സീതാരാമ രാമ രാമ ജയ സീതാരാമ രാമ ജയ സീതാരാമ രാമ രാമ ജയ സീതാരാമ രാമ ജയ
സമാനന രാമ ചന്ദ്രസമാനക രാമ പിതൃവാക്യസ്ഥിതി കാനന രാമ വാക്യസ്ഥിതായക രാമ പ്രിയ ഗുഹ വിനിമേതിത പദ രാമ തക്ഷാളിത നിജ മൃദുപദ രാമ 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 ജയ സീതാരാമ രാമ ജയ സീതാരാമ 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 ഭാരദ്വാജ സുപൂജിത രാമ ഭരദ്വാജ സുപൂജിത രാമ ദശരഥ സന്തത ചിന്തിത രാമ ശരദ സന്തത ചിന്തിത രാമ ചിത്രകൂട പ്രസ്ഥാപിത രാമ ത്രകൂട പ്രസ്ഥാപിത രാമ വിരചിത നിജ പിതൃകർമ്മക രാമ ജന ജന പിതൃകർമ്മജ രാമ 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 ജയ സീതാരാമ രാമ ജയ സീതാരാമ 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 രാമ 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 രാമ ജയ സീതാരാമ ജാനകീ ജീവന സ്മരണം ശ്രീരാമചന്ദ്ര ഭഗവാനിക്ക് 5000-ലധികം വർഷം പഴക്കമുള്ള ഒരു ഹിസ്റ്ററി. ഇന്നും നമ്മുടെ കേരളം അങ്ങനെ കുറച്ച് അലവലാതികളുടെ നാടാണ്. രാമൻ ജീവിച്ചിരുന്നു എന്നുള്ളതിന് എന്താ തെളിവ്? രാമൻ ഉണ്ടായിരുന്നു എന്നുള്ളതിന് വല്ല തെളിവുണ്ടോ? അതെല്ലാം മിത്തല്ലേ എന്നൊക്കെ പറയുന്നവര്. ഈ വിമർശിക്കുന്ന 99% ആളുകളും ഒരു സ്ഥലവും കാണാത്തവരാണ്. സീയിങ് ഈസ് ബിലീവിംഗ് എന്നൊരിതുണ്ട്. കാണുന്നതാണ് വിശ്വാസം, അല്ലേ? നമ്മൾ പലതും നേരിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, കുറച്ച് ഹിസ്റ്ററിയുമായിട്ടൊക്കെ ചേർന്നിട്ട്. അപ്പൊ നമ്മൾ രാമായണം വായിക്കുമ്പോൾ ചിത്രകൂടത്തിലേക്ക് വരുന്നതിന് മുമ്പ് രാമൻ പല നദികൾ കടന്നു എന്നതൊക്കെ രാമായണത്തിലുണ്ട്. ഉണ്ടോ ഇല്ലയോ? അപ്പൊ ഇവിടെ ചിത്രകൂടം എന്ന് പറയുന്നത് നമ്മൾ കണ്ടുവന്ന് രാം കാട്ടിൽ പോയപ്പം ഒരു നദി കടന്നിട്ടാണ് നമ്മൾ ഈ ചിത്രകൂടത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതുപോലെ ഗുഹയിൽ വസിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം നമ്മൾ നേരിട്ട് കാണുമ്പോൾ ആ ഹിസ്റ്ററിയുമായി, ആ ചരിത്രവുമായി, ആ ഗ്രന്ഥവുമായി കുറച്ചൊക്കെ ഒന്ന് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പം ചിലതൊക്കെ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഇപ്പോഴും നിങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. രാമായണം എന്നത് രാമന്റെ അയനം എന്നാൽ കേവലം അതൊരു ചരിത്രം മാത്രമല്ല, എന്നാൽ ചരിത്രമുണ്ട്. അതുകൊണ്ടാണ് ഇതി ഇഹ ആസം, ഇപ്രകാരം ഇവിടെ നടന്നിരുന്നു. എന്തിനാണ് ഈ ചരിത്രം പറയുന്നത്? നമ്മളിപ്പോ രാമന്റെ ഭൂമിയിലൂടെ കടന്നു പോകുന്നത് നമ്മളൊരു അയനത്തിലാണ്. ഒരു അയനം നമ്മളിലുമുണ്ട്.
ഈ അയനത്തെ വിളിക്കുന്നത് ആത്മാരാമ അയനം എന്നാണ്. എന്താണ്? നമ്മളിലൊരു രാമനുണ്ട്. ഇപ്പൊ ഒരു രാമൻ കഴിഞ്ഞു നമ്മുടെ. ഏത് രാമൻ? കൃത്യം, അത് മറക്കില്ല. ശാപ്പാട്ട് രാമൻ. ഏത് രാമൻ? ഇപ്പൊ നമ്മളിലൊരു ശാപ്പാട്ട് രാമനുണ്ട്. കല്യാണരാമൻ പലതും കഴിഞ്ഞു പലരുടെയും. ഒരു ശാപ്പാട്ട് രാമൻ നമ്മളിലൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിലുള്ള മറ്റൊരു രാമനുണ്ട്. ആ രാമന്റെ പേരാണ് ആത്മാരാമ ആനന്ദരമണ. ഏത് രാമൻ? ആ ആത്മാരാമനിലേക്കുള്ളൊരു അയനമാണത്. അപ്പൊ നമ്മൾ തീർത്ഥാടനം ചെയ്യുന്നത്, തീർത്ഥീകരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ മനസ്സിനെ തീർത്ഥീകരിച്ചുകൊണ്ട് ആ രാമനിലേക്കുള്ളൊരു അയനമാണ്. ഈ അയനം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു അയനല്ല. രാമൻ 14 വർഷം കാട്ടിലൂടെ സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 14 ജന്മം കൊണ്ട് നടക്കുന്ന കുറെ വാസനകളാകുന്ന കാട്ടിലൂടെയാണ് ഇപ്പൊ നമ്മള് യാത്ര ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് എഴുതി വെച്ചത്, വലിയൊരു കാട്ടിലകപ്പെട്ടേനാകം വഴിയും കാണാതെ ഉഴലുമ്പോൾ വഴിയിൽ നേർവഴി നാദ തിരുവൈക്കം വാഴും ശിവശംഭു. അപ്പൊ നമ്മുടെ കാട് എവിടെയാണ്? നമ്മുടെ ഓരോരുത്തരെയും മനസ്സിലാണ് വാസന എന്ന് പറയുന്നത്. എന്താണ്? കർമ്മവാസന. ഈ കർമ്മവാസനകളെ താണ്ടിക്കൊണ്ട് വേണം നമ്മളിലെ ശുദ്ധമായ മനസ്സ്, അതാണ് സീത. ഈ ശുദ്ധമായ മനസ്സിനെ നമ്മുടെ ദൗർബല്യങ്ങള്, ഇന്ദ്രിയ ദൗർബല്യങ്ങള്, വാസനാ ദൗർബല്യങ്ങളാകുന്ന രാവണൻ അപഹരിക്കുകയാണ്. അതാണ് ഈ 10 തലയുള്ള രാവണൻ. 10 ഇന്ദ്രിയങ്ങളിൽ മനസ്സ് വെച്ചിരിക്കുന്ന വാസനകളെയാണ് എന്ത് പറയാ? രാവണൻ. അപ്പൊ ആ രാവണൻ എവിടെയുള്ളത്? നമ്മുടെ ഉള്ളില്. അപ്പൊ അങ്ങനെയുള്ള ഒരു സീതയെ രാവണനിൽ നിന്ന് മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മുടെ മനസ്സിനെ ഇന്ദ്രിയ വാസനകളിൽ നിന്നും മോചിപ്പിക്കലാണ്. അതാരാണ്? രാമരാവണൻ. അങ്ങനെയുള്ളൊരു മനസ്സിനെ നിത്യശുദ്ധ ബോധമായിട്ട് ആത്മാരാമനുമായി ചേർക്കുന്നതാണ് രാമരാവണ യുദ്ധവും കഴിഞ്ഞ് രാമനും സീതയും സംഗമിക്കുന്ന തിരിച്ചു വരുന്ന ദീപാവലി. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ യാത്രയിൽ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഈ യാത്രയിൽ നമുക്ക് എന്ത് കിട്ടാൻ പോകുന്നു? ദീപാവലി. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടുന്ന് തുടങ്ങി ലാസ്റ്റ് യാത്ര കഴിയുമ്പോഴേക്കും നമ്മുടെ മനസ്സും ആത്മാരാമനും കൂടി ചേർന്ന് പ്രകാശിക്കുന്ന എന്ത് വരും? എവിടെ? ഉള്ളിൽ വരുമെന്ന് അറിയില്ല, പുറത്തെന്തായാലും നമുക്ക് ആഘോഷിക്കാം. എവിടെ ആഘോഷിക്കാം? പുറത്താഘോഷിക്കാം, അല്ലേ? എന്തൊരു ചൈതന്യം നിറഞ്ഞൊരു ഒരു യാത്രയാണ്. നോക്കൂ, ഈ യാത്രയിൽ ഇങ്ങനെ ദീപാവലി വരും നമ്മളാരും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. നമ്മളെവിടെ ദീപാവലി ആഘോഷിക്കണമെന്നറിയോ? ദീപാവലി എവിടെ ആഘോഷിക്കുന്നത്? നിങ്ങൾക്കറിയോ ആഘോഷിക്കുന്നത് എവിടെയാണെന്ന്? നാസിക്കിലാണ്. എവിടെയാണ്? അവിടെ വെച്ചിട്ടാണ് ശ്രീരാമസ്വാമിക്ക് സീത നഷ്ടപ്പെടുന്നത്. ആ സ്ഥലത്തിന്റെ പേര് പഞ്ചവടി എന്നാണ്. ആ പഞ്ചവടിയിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് തന്നെയാണ് ശ്രീരാമസ്വാമി സീത നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ദുഃഖിച്ച് സീതാന്വേഷണത്തിന് പുറപ്പെടുന്നത്. അങ്ങനെ ശ്രീരാമസ്വാമിക്ക് സീതയെ കണ്ടു എന്നുള്ള വാർത്തകൾ ഹനുമാൻ അറിയിച്ച് പിന്നെ സീതയൊക്കെ വീണ്ടും കൊണ്ടുവന്ന് ശ്രീരാമസ്വാമി കാണിച്ചു കൊടുക്കുന്നുണ്ട് ഓരോ സ്ഥലങ്ങളൊക്കെ, അല്ലേ? ഇന്ന സ്ഥലങ്ങളൊക്കെയാണ് സീതാദേവി, ഞങ്ങള് സീതാദേവിയെ അന്വേഷിക്കാൻ വേണ്ടി കണ്ട സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങള് ഞങ്ങൾ സന്ദർശിച്ചു എന്നൊക്കെ പറയുന്ന ചരിത്രം. ഏതായാലും നമ്മൾ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ കാണും ഈ യാത്രയിൽ. അതൊരു അനുഗ്രഹമാവട്ടെ. അപ്പൊ നമുക്ക് ധന്യമായ ഒരു ദിവസം ഇന്ന് നമ്മൾ ചിത്രകൂടത്തിൽ എത്തിച്ചേർന്ന് ഇവിടെ കുറച്ചു നേരം നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചു. നമ്മുടെ കൂടെ അനുഗ്രഹീതരായ കുറെ കലാകാരന്മാരുണ്ട്. അപ്പോൾ 1-2 പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കാം. ശ്രീ കോട്ടയത്ത് നിന്ന് വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരും അറിയും, വീരമണിജി. അദ്ദേഹം
സംഗീതത്തിൽ വളരെയധികം പ്രസിദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ മകള് 100 രാഗം അല്ലേ, വീരമണിജി അങ്ങ് ചിട്ടപ്പെടുത്തിയാണോ? ചിട്ടപ്പെടുത്തിയത് വീരമണിജിയാണ്. 100 രാഗത്തിന് സൗന്ദര്യലഹരിയുടെ ഓരോ ശ്ലോകങ്ങൾ ചൊല്ലി അത് യൂട്യൂബിലൂടെ പ്രസിദ്ധമാക്കിയത് വളരെ വൈറലായിരുന്നു. അപ്പോൾ ആ വീരമണിജി നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. അദ്ദേഹം വലിയൊരു സംഗീതത്തിൽ തൻ്റെ ജീവിതം വളരെയധികം സാർത്ഥകമാക്കിയ, അന്വർത്ഥമാക്കിയ, സമൃദ്ധമാക്കിയ, ഐശ്വര്യമാക്കിയ, അനുഗ്രഹമാക്കിയ മഹത് വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യത്തിന് വലിയൊരു കയ്യടി. അതുപോലെ ശ്രീ തങ്കരാജി, അദ്ദേഹം ജനനം കൊണ്ടൊരു ക്രിസ്ത്യൻ കുടുംബത്തിലാണെങ്കിലും മനസ്സുകൊണ്ട് മുഴുവൻ അദ്ദേഹം ഭാരതത്തിൻ്റെ സംസ്കൃതിയാണ്. കാരണം ഈ ഭാരതം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമുക്കറിയാം, അതിന് ജാതി മതങ്ങളൊന്നുമില്ല. അദ്വൈതം എന്നാണ് നമ്മുടെ സംസ്കൃതിയുടെ പേര്. കലയും സംസ്കാരവും ഒക്കെ നിറഞ്ഞു നിന്ന ഒരു സംസ്കാരം. പിന്നെ നമ്മൾ ഹിന്ദു എന്നറിയപ്പെട്ടത് ഇതര മതങ്ങൾ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഭാരതീയരാണ്. ആണോ? അപ്പൊ ഇവിടെയുള്ളവരൊക്കെ ഭാരതീയരാണ്. അപ്പൊ ആ ഭാരതീയ സംസ്കൃതി, അതുപോലെ ഹിന്ദുസ്ഥാനി സംഗീതം നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് ശ്രീ തങ്കരാജി. അദ്ദേഹത്തിൻ്റെ ഭജനകളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിനും നല്ല, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ശ്രീ രാമകൃഷ്ണൻജി, പ്രഭാകർജി, പിന്നെ പിന്നണി ഗായകരെയൊക്കെ നിങ്ങൾക്ക് അറിയാം, പരിചയപ്പെടുത്തേണ്ട. ജാൻസി, അതുപോലെ തന്നെ ഇവരൊക്കെ നിങ്ങൾക്കറിയാം. അവർക്കെല്ലാവർക്കും ഒരു നല്ലൊരു കയ്യടി. പിന്നെ നാടൻ പാട്ടിലൂടെ, അതും സ്വന്തം രചനയിലൂടെ വളരെ ഭക്തി ജനങ്ങളുടെ ഹൃദയത്തിലെത്തിക്കാൻ അതിൽ വിജയിച്ച ഒരു കലാകാരനാണ് ശ്രീ ജനാർദ്ദനൻ പുതുശ്ശേരി. നിങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കല അദ്ദേഹത്തിൻ്റെ കൂടപ്പുറപ്പാണെന്ന്. അതുകൊണ്ട് എപ്പോഴും ഒരു ഉടുക്കോ എന്തെങ്കിലും ഒന്ന് കയ്യിലുണ്ടാവാതിരിക്കില്ല. ഇന്ന് ആ ഗുഹയിലും നമുക്ക് ആ ഉടുക്കുപാട്ട് ഇങ്ങനെ കേൾക്കാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വന്തം, പലതും ഇവിടെ പാടുന്നൊക്കെ സ്വന്തം രചിച്ചതാണ്. അത്രമാത്രം ഒരു കല ഉള്ളിലുള്ള ഏത് പാട്ടും. ഇന്നലെ ഒരു അമ്മയുടെ പിറന്നാള് പറഞ്ഞപ്പോഴേക്കും നാവൂറ് പാടാൻ ആള്, ഈ എന്താണ് നാവൂറ് പാടാൻ, ശരിക്ക് അതിനെന്താ പറയാ, പുള്ളംകുടം ഒക്കെ കൊണ്ടുവരാൻ അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. കൊണ്ടുവന്നിട്ടുണ്ട് ആള്. ഒരു ദിവസം കേൾക്കണ്ടേ? അദ്ദേഹത്തിന് നല്ലൊരു അഭിനന്ദനം. കാരണം അനശ്വര കല അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിറഞ്ഞു ഒഴുകുകയാണ് പല രീതിയിൽ. ഇത്രമാത്രമൊക്കെ കലയുണ്ട്. അദ്ദേഹത്തിൻ്റെയാണ് ആ താളം. രാമ 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 രാമ. നമുക്ക് ഇത്രയൊരു സാധ്യത ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം നമ്മൾ തിത്തിത്താരോ തിത്തൈ ഇതൊക്കെ ഇത് അതിലപ്പുറം ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്നലെ ഒരു പുതിയൊരു ഒരു താളം കയ്യിൽ കിട്ടിയപ്പം ഇന്ന് അതെടുത്തിട്ട് നമ്മളാറ്റിച്ച് പൂശിയാണ്. അപ്പൊ അദ്ദേഹത്തിന് നല്ലൊരു അഭിനന്ദനം. ഇതുപോലെ ധാരാളം കവിത്രിമാരും കവിമാരും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട്. കവികളല്ല, കവി, അക്ഷരം തെറ്റരുത്. ധാരാളം കവികളൊക്കെ നമ്മുടെ കൂടെയുണ്ട്. സ്വന്തം പല കൃതികൾ രചിച്ച ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെ നമുക്കൊരു അവസരം കൊടുക്കാം. എന്നാലും ഇന്ന് നമുക്ക് ശ്രീ ജനാർദ്ദനജിയുടെ ഒരു പാട്ട് അല്ലെ കേൾക്കണ്ടേ? വേണ്ടേ? എന്നാൽ നമുക്ക് വീരമണിജിയുടെ മനോഹരമായ കീർത്തനം നമുക്ക് കേൾക്കാം. നമ്മളിവിടുന്ന് 5 മണിക്കാണ് സ്ഥലം വിടുന്നത്. നമുക്ക് ട്രെയിനിൽ തന്നെയാണ് നമ്മൾ യാത്ര. കുറെ കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ ട്രെയിൻ എന്ന അവസ്ഥ വരും. അപ്പൊ നാളത്തെ നമ്മുടെ ഷെഡ്യൂൾ എങ്ങനെയാന്ന് വെച്ചാൽ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ ഞാൻ പറയണത്. നാളത്തെ ഷെഡ്യൂൾ എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ അപ്രോക്സിമേറ്റ്ലി 1 മണി 2 മണിയോടുകൂടി നമ്മൾ നാളെ കാശിയിൽ എത്തിച്ചേരും. എവിടെയാണ്? നാളെയും മറ്റന്നാളും നമ്മൾ കാശിയിലാണ് 2 ദിവസം. കാശിയിൽ ഏത് സ്റ്റേഷനിലാണ് എത്തുക എന്നുള്ളത് ശ്രീ സുധീഷ് അപ്ഡേറ്റ് ചെയ്യും. കാരണം ശ്രദ്ധിക്കണേള്, കാശി എന്ന് പറയുന്നത് 2 സ്റ്റേഷനുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണേ. കാശിയിൽ 2 സ്റ്റേഷനുണ്ട്. ഒന്ന് വാരാണസിയും പണ്ട് ഉണ്ടായിരുന്ന ഒരു സ്റ്റേഷനാണ്, ഏറ്റവും ഓൾഡസ്റ്റ് സ്റ്റേഷനാണ് ബനാറസ്. എല്ലാ അമ്മമാർക്കും സ്ത്രീകൾക്കും നല്ലോണം ആ പേര് പരിചയമുണ്ട്. അത് പറയുമ്പോഴേക്കും നിങ്ങളുടെ നാക്കിൽ വരും ബനാറസ് സാരി. അത് നിങ്ങൾക്കറിയാം.
അപ്പൊ ബനാറസ് എന്ന പേരിൽ ഒരു സ്റ്റേഷൻ ഉണ്ട്, വാരാണസി ജംഗ്ഷൻ എന്ന ഒരു സ്റ്റേഷനുണ്ട്. ഇതിൽ ഏത് സ്റ്റേഷനിലാണ് ട്രെയിൻ നമ്മൾ വെക്കുക എന്നുള്ളത് ഡിപ്പെൻസ്, അത് അപ്ഡേറ്റ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, മാറിപ്പോകരുത്. പിന്നെ നാളെ നമുക്ക് നമ്മുടെ ഷെഡ്യൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 9 മണി, കാരണം നമ്മൾ ലേറ്റ് ആയിട്ടാണ് എത്തുന്നത്. ഒന്ന് കിടന്ന് ഒരു 10 മണിക്ക് 10:10 എത്ര പേർക്ക് കാശിയിൽ ശ്രാദ്ധം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്? എത്ര പേർക്ക്? എന്നാൽ നിങ്ങൾ വളണ്ടിയേഴ്സിൻ്റെ അടുത്ത് പേര് കൊടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം. അതിൻ്റെ ഒരു ചെലവിലേക്ക് എത്ര വരുമെന്ന് ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട് ശ്രീ സുധീഷിയുടെ കൂടെ ഇരുന്നിട്ട് നമുക്ക് ശ്രാദ്ധത്തിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി അതിനൊരു ഹാളും തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ആ ഹാളിൽ വെച്ച് നമുക്ക് ഗംഗയുടെ തീരത്ത് നമുക്ക് ചെയ്യാമെന്നായിരുന്നു നമ്മുടെ പദ്ധതി. പക്ഷേ അപ്രതീക്ഷിതമായ മഴ കാരണം ഗംഗയിലെ വെള്ളത്തിൻ്റെ ഉയർച്ച കൂടി. അപ്പൊ നമുക്ക് ഗംഗയുടെ തീരത്തിരുന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഹാളിൽ ഇരുന്ന് ചെയ്തിട്ട് കുറച്ച് ചോറ് നമുക്ക് ഗംഗയിൽ കൊണ്ട് സമർപ്പിക്കാം. ബാക്കി നമുക്ക് വല്ല പശുക്കൾക്കും കൊടുക്കാം. കുറച്ച് ചോറ് മത്സ്യങ്ങൾക്ക് കൊടുത്തുകൊണ്ട് എന്നിട്ട് നിങ്ങൾക്ക് ഗംഗയിലെ വെള്ളം അവിടെ നിന്ന് ബക്കറ്റിൽ കൊണ്ടുവന്ന് അങ്ങനെ നമുക്ക് ചെയ്യാം. അതല്ലേ നല്ലത്? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഗംഗയുടെ തീരത്ത് ചെയ്യാൻ ചളി പിടിച്ചിരിക്കുകയാണ്. ആ ചളിയിലടുത്ത് ഇരിക്കാൻ പറ്റുമോ? അപ്രതീക്ഷിതമായ മഴ കാരണം അവിടെ പണിതിരിക്കുന്ന പടവുകളിലും അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമിലും ചളി കയറി പിടിച്ചിട്ടുണ്ട്. അപ്പം സുധീഷ് അത് അപ്ഡേറ്റ് ചെയ്തു. ബനാറസിലാണ് ഇറങ്ങുന്നത്. എവിടെയല്ല വാരാണസി ജംഗ്ഷനിലല്ല, ബനാറസ്. ഞാനത് പറയാൻ കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബനാറസിലായിരുന്നു വണ്ടി നിർത്തിയത്. പക്ഷെ ചിലവർ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ സ്റ്റേഷനിലേക്ക് വരാൻ അവർ സ്വയം വണ്ടി എടുത്തിട്ട് നേരെ വാരാണസിയിൽ പോയി നിന്ന് കളഞ്ഞു. അപ്പം ട്രെയിൻ അവിടെയല്ല, ബനാറസിലാണ്. അത് എപ്പോഴും ഓർത്തോളുക. പിന്നെ നമ്മൾ നാളെ രാവിലെ ഒരു 10:30 മണിക്ക് നമ്മൾ ശ്രാദ്ധമൊക്കെ ചെയ്ത് വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോഴേക്കും 4:30 ആകുമ്പോഴേക്കും കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പോവാം. അപ്പം അതിൻ്റെ തയ്യാറെടുപ്പ് ശ്രീ തങ്കരാജി ചെയ്തിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗംഗാ ആരതി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പക്ഷെ അത് ഇപ്പോൾ അതിൻ്റെ പൂർണ്ണമായ ഫുൾ ഫ്ലഡ്ജിൽ നടക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളം കൂടിയത് കാരണം ആ പ്ലാറ്റ്ഫോം മുഴുവൻ ചളി പിടിച്ചിരിക്കുന്ന കാരണം ചെറിയ രീതിയിൽ ഒരു ചടങ്ങ് പോലെ കാണുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം അവിടെ എത്രത്തോളം നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ളത്. അവിടെ നിന്ന് കാണാൻ ശ്രമിച്ചിട്ട് നമുക്ക് നേരെ റൂമിലേക്ക് നാളെ വൈകുന്നേരം തിരിച്ചു വന്ന് അത് കഴിഞ്ഞ് മറ്റന്നാൾ ഏർലി മോർണിംഗ് നമ്മൾ ട്രെയിനിലേക്ക് കയറും. നാളെ താമസിക്കും. ഇന്ന് രാത്രി കാശിയിലുണ്ട്. ഇന്ന് രാത്രി പറഞ്ഞാൽ നമ്മൾ 1 മണിക്ക് എത്തും. നാളെയും കാശിയിലുണ്ട്. മറ്റന്നാൾ ഏർലി മോർണിംഗ് നമ്മൾ ട്രെയിൻ കയറും നേരെ അയോധ്യയിലേക്ക്. എവിടെയാണ്? അയോധ്യയിലേക്ക്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ടൂറ് എല്ലാവർക്കും കുറച്ച് വേഗത്തിൽ തീർക്കണം. കാരണം കുറച്ച് സമയം കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നാട്ടിൽ പോകാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കുറച്ച് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ എവിടെ എത്തും? രാത്രി എവിടെ എത്തും? കാശി. അപ്പൊ നിങ്ങൾ ട്രെയിനിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറയാൻ മറന്നു പോകരുതെന്ന് വെച്ചിട്ടാണ്. നമുക്ക് നാളെ ശ്രാദ്ധമുണ്ട്. പിന്നെ നാളെ ഒരു ദിവസം താമസിക്കുന്നു. മറ്റന്നാള് ഉടുക്കാനുള്ള വസ്ത്രം അത് സെപ്പറേറ്റ് ചെയ്ത് എടുത്ത പോലെ എടുക്കുക. ബാക്കിയെല്ലാം നിങ്ങളുടെ മെയിൻ പെട്ടിയിൽ വെച്ച് നിങ്ങൾ പോരുക. ഓക്കെ? കാശി വിശ്വനാഥ ക്ഷേത്ര ദർശനം നാളെ നമ്മൾ ചെയ്യും. ആദ്യമായിട്ട് കാശി പോകുന്നവർ എത്ര പേരുണ്ട്? ഫസ്റ്റ് ടൈം. ഓക്കെ. അപ്പൊ നമുക്ക് കൂടുതൽ ആളുകളും കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് പോകുന്നവരാണ്. അവിടെ ഇപ്പം നമുക്കൊരു നല്ലൊരു സൗകര്യമുണ്ട്. കാശി വിശ്വനാഥനെ തൊഴാനും പറ്റും. ആ ക്ഷേത്രത്തിൽ നമുക്ക് ദർശനം നടത്താം. കൂടുതൽ വിവരം ഞാൻ ഒന്നും കൂടി രാവിലെ പറയും. ശ്രാദ്ധത്തിൻ്റെ സമയത്ത് പറഞ്ഞു തരും. കാരണം അവിടെ നമ്മൾ പോകുന്ന സമയത്ത് മൊബൈല്, ലെതർ ബാഗ്, ലെതർ ബെൽറ്റ് ഇങ്ങനെയുള്ള യാതൊന്നും എടുക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ. ഓക്കെ?
ഇത്രയും മതി. അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് കീർത്തനങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് പുള്ളുവൻ പാട്ടിലേക്ക് കടക്കുകയാണ്. നല്ലൊരു അഭിനന്ദനം നമ്മുടെ ജനാർദ്ദനൻ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. മണിനാഗേ സർപ്പവർണ്ണങ്ങളോടെ സൽക്കേത ചൊല്ലുന്നേ ഗണപതി കരിയേട് മലർത്തേങ്ങ നെയ്യപ്പം ഉമ്മല്ല മലവാഴും പൊങ്കാരനാഗങ്ങൾ രണ്ടു മലവാഴും ശിവനും ശിവശക്തിയും മൂന്നു മലവാഴും മൂലമണിനാഗവേ നാലു മലവാഴും നഗരാജാവേ ആയിരം തലവാഴും ശ്രീകരന്തൻ വാസുകേ ജപവർണ്ണങ്ങളോടെ സൽക്കേത ചൊല്ലുന്നേ അഷ്ടനാഗങ്ങളും നന്ദനും ശങ്കനും ശംഖുപാലകൻ പത്മപാലൻ ഇങ്ങനെ ഉള്ളൊരു നാഗരാജക്കന്മാർ അൻപോടെ നേർക്കെ പന്തൽ പണിക്കേ ഇളകലകലകലകലകലകലകലാകുമാരേ ഇളകലകലകലകലകലകല മണിശീലേ മണിനാഗേ ഗലഗലകേ ഗലിനാഗേ ഗലഗലകേ മണിനാഗേ ഗലിനാഗേ മണിനാഗേ ഗലഗലകേ ഇളകിളകിന്ത ഇളകിളകിന്ത ഇളകുനാഗേ ഇളകിളകിന്ത ഇളകിളകിന്ത മണിശീലേ ഒന്നോണ്ടും മണിക്കണ്ട മണിനാഗേ മണിനാഗേ കരുനാഗേ ശങ്കുനാഗേ പാതള കരുനാഗേ കരുത്തറിയാൻ ഇളകിളകിളകിളകിളകിളകിളകിളകിളകുനാഗേ ഇളകിളകിളകിളകിളകിളകിളകിള മണിശീലേ. ഈ ചിത്രകൂടത്തിൽ വന്നിട്ട് ഒരു പുള്ളുവൻ പാട്ട് കേൾക്കുക എന്നുള്ളതൊരു ഭാഗ്യമാണ്. അതും ആയില്യ നാളില് അതൊരു ഭാഗ്യം ഒരുക്കി തന്ന ജനാർദ്ദനജിക്ക് നല്ലൊരു അഭിനന്ദനം കൊടുക്കട്ടെ. എനിക്ക് ഈ ചിത്രകൂട് സ്വാമി പറയുമ്പോഴാണ് ചിത്രകൂടത്തിൻ്റെ പ്രാധാന്യം വളരെ കൃത്യമായി അറിയുന്നത്. ഈ പുള്ളുവൻ പാട്ട് പാടാൻ എനിക്ക് കുറേ വർഷങ്ങളായി. ഈ സ്ഥലത്ത് കന്നിയിലായില്യത്തിന് ഇങ്ങനെ അപൂർവമായ ഒരു അവസരം ഒരുക്കി തന്ന സ്വാമിയോട് ആത്മാർത്ഥമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ ചിത്രകൂടം എന്ന് പറയുന്നത് സാധാരണ ഈ നമ്മൾ നാഗവുമായി ബന്ധപ്പെട്ട പുറ്റുകളുടെ നാടാണ് ചിത്രകൂടം. അത് കാടും പുറ്റും നിറഞ്ഞൊരു സ്ഥലമായിരുന്നു. അപ്പൊ നാഗങ്ങളുടെ ഒരു സ്ഥലമായിരുന്നു ഇത് ചിത്രകൂടം. ഇന്ന് നോക്കി നമ്മള് നാഗങ്ങളുടെ പാട്ടാ കേൾക്കുന്നത്. എന്തോ ഒരു പൂർവ്വ നിയോഗമായിരിക്കാതെ ഈ ചിത്രത്തിൽ വന്നിട്ട് രാമായെന്നു വിളിക്കുമ്പോൾ ഏഴു ജന്മം പുണ്യം. രാമായെന്നു വിളിക്കുമ്പോൾ ഏഴു ജന്മം പുണ്യം. രാമായെന്നു വിളിക്കുമ്പോൾ ഏഴു ജന്മം മോക്ഷം. രാമായെന്നു വിളിക്കുമ്പോൾ ഏഴു ജന്മം പുണ്യം. രാമായെന്നു വിളിക്കുമ്പോൾ ഏഴു ജന്മം മോക്ഷം. രാമായെന്നു ഭജിക്കുമ്പോൾ തീരുമല്ലോ ദോഷം. രാമായെന്നു വിളിക്കുമ്പോൾ തീരുമല്ലോ ദോഷം. രാമായെന്നു ഭജിക്കുമ്പോൾ വരുമല്ലോ നന്മ. രാമായെന്നു വിളിക്കുമ്പോൾ വരുമല്ലോ നന്മ.
മനസ്സകം ശുദ്ധി രാമായെന്നോ വിളിക്കുമ്പോൾ മാനസം ശക്തി രാമായെന്നോ വിളിക്കുമ്പോൾ ഏഴു ജന്മം പുണ്യം രാമായെന്നോ വിളിക്കുമ്പോൾ ഏഴു ജന്മം പുണ്യം രാമായെന്നോ വിളിക്കുമ്പോൾ ഏഴു ജന്മം മോക്ഷം രാമായെന്നോ വിളിക്കുമ്പോൾ ഏഴു ജന്മം മോക്ഷം രാമ 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 സീതാരാമ 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 രാമ 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 സീതാരാമ. അതിക്ക് രാമന്റെ रामचंद्र गोविंद गोपाल कृष्ण की कर्मण्येवाधिकारस्ते मा फलेषु कदाचन मा कर्मफल हेतुर्भूः संगोस्त्वकर्मणि यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्म संस्थापनार्थाय संभवामि युगे युगे। बोलो वृंदावन चंद्र गोविंद गोपाल कृष्ण की। राधे 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 गोविंदा 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 राधे गोविंदा राधे गोविंदा राधे गोविंदा राधे गोविंदा रावण चंद्र रावण चंद्र रावण चंद्र रावण चंद्र दीना बंधु राधे गोविंदा दीना बंधु राधे गोविंदा नाथ दीना बंधु राधे गोविंदा नाथ दीना बंधु राधे गोविंदा राधे 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 गोविंदा राधे 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 गोविंदा राधे 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 गोविंदा राधे 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 गोविंदा राधे गोविंदा राधे गोविंदा रावण चंद्र रावण
നവനിത ചോര രാധേ ഗോവിന്ദ നന്ദകുമാര നവനിത ചോര രാധേ ഗോവിന്ദ നന്ദകുമാര നവനിത ചോര രാധേ ഗോവിന്ദ ഗോവിന്ദ രാധേ ഗോവിന്ദ ചന്ദ്ര വൃന്ദാവന ചന്ദ്ര അനാഥനാഥ ദീനബന്ധു രാധേ ഗോവിന്ദ അനാഥനാഥ ദീനബന്ധോ രാധേ ഗോവിന്ദ അനാഥനാഥ ദീനബന്ധു രാധേ ഗോവിന്ദ അനാഥനാഥ ദീനബന്ധോ രാധേ ഗോവിന്ദ യശോദമാല യദുകുല തിലകാരാധേ ഗോവിന്ദ യശോദമാല യദുകുല തിലകാരാധേ ഗോവിന്ദ യശോദമാല യദുകുല തിലകാരാധേ ഗോവിന്ദ യശോദമാല യദുകുല തിലകാരാധേ ഗോവിന്ദ ഗോവിന്ദ രാധേ ഗോവിന്ദ രാവണ ചന്ദ്ര വൃന്ദാവന ചന്ദ്ര അനാഥനാഥ ദീനബന്ധു രാധേ ഗോവിന്ദ അനാഥനാഥ ദീനബന്ധോ രാധേ ഗോവിന്ദ അനാഥനാഥ ദീനബന്ധു രാധേ ഗോവിന്ദ അനാഥനാഥ ദീനബന്ധോ രാധേ ഗോവിന്ദ അനാഥനാഥ ദീനബന്ധു രാധേ ഗോവിന്ദ അനാഥനാഥ ദീനബന്ധോ രാധേ ഗോവിന്ദ രാധേ 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 ഗോവിന്ദ രാധേ 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 ഗോവിന്ദ രാധേ 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 ഗോവിന്ദ രാധേ 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 ഗോവിന്ദ ഗോവിന്ദ രാധേ ഗോവിന്ദ രാവണ ചന്ദ്ര വൃന്ദാവന ചന്ദ്ര അനാഥനാഥ ദീനബന്ധു രാധേ ഗോവിന്ദ ബന്ധോ രാധേ ഗോവിന്ദ അനാഥനാഥ ദീനബന്ധു രാധേ ഗോവിന്ദ അനാഥനാഥ ദീനബന്ധോ രാധേ ഗോവിന്ദ യശോദമാല യദുകുല തിലകാരാധേ ഗോവിന്ദ രാധേ ഗോവിന്ദ യശോദമാല യദുകുല തിലകാരാധേ ഗോവിന്ദ യശോദമാല യദുകുല തിലകാരാധേ ഗോവിന്ദ ഗോവിന്ദ രാധേ ഗോവിന്ദ രാവണ ചന്ദ്ര വൃന്ദാവന ചന്ദ്ര അനാഥനാഥ ദീനബന്ധു രാധേ ഗോവിന്ദ അനാഥനാഥ ദീനബന്ധോ രാധേ ഗോവിന്ദ അനാഥനാഥ ദീനബന്ധു രാധേ ഗോവിന്ദ അനാഥനാഥ ദീനബന്ധോ രാധേ ഗോവിന്ദ രാധേ 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 ഗോവിന്ദ രാധേ 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 ഗോവിന്ദ രാധേ 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 ഗോവിന്ദ രാധേ 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 ഗോവിന്ദ ഗോവിന്ദ രാധേ ഗോവിന്ദ രാവണ ചന്ദ്ര വൃന്ദാവന ചന്ദ്ര അനാഥനാഥ ദീനബന്ധു രാധേ ഗോവിന്ദ അനാഥനാഥ ദീനബന്ധോ രാധേ ഗോവിന്ദ അനാഥനാഥ ദീനബന്ധു രാധേ ഗോവിന്ദ അനാഥനാഥ ദീനബന്ധോ രാധേ ഗോവിന്ദ രാധേ 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 ഗോവിന്ദ രാധേ 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 ഗോവിന്ദ രാധേ 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 ഗോവിന്ദ രാധേ 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 ഗോവിന്ദ ഗോവിന്ദ രാധേ ഗോവിന്ദ രാവണ ചന്ദ്ര വൃന്ദാവന ചന്ദ്ര അനാഥനാഥ ദീനബന്ധു രാധേ ഗോവിന്ദ രാധേ ഗോവിന്ദ അനാഥനാഥ ദീനബന്ധു രാധേ ഗോവിന്ദ രാധേ ഗോവിന്ദ രാധേ 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 ഗോവിന്ദ രാധേ 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 ഗോവിന്ദ രാധേ 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 ഗോവിന്ദ രാധേ 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 ഗോവിന്ദ ഗോവിന്ദ രാധേ 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 ഗോവിന്ദ രാധേ 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 ഗോവിന്ദ രാധേ 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 ഗോവിന്ദ രാധേ രാധേ ഗോവിന്ദ രാധേ 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 ഗോവിന്ദ രാധേ രാധേ ഗോവിന്ദ രാധേ 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 ഗോവിന്ദ 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 രാധേ രാധേ
राधे राधे गोविंद राधे 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 राधे